നമ്മുടെ ഒരു വലിയ പ്രശ്നമാണല്ലേ ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട്. അതായത് അവരെന്താ വിചാരിക്കുക, എന്നെ കുറിച്ച് മോശമായിട്ട് കരുതോ, ഞാൻ റൂഡാന്ന് വിചാരിക്കുകയോ, എന്നോടുള്ള ഇഷ്ടം പോയി പോകുമെന്നൊക്കെ കരുതിയിട്ട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. എല്ലാം ടോളറേറ്റ് ചെയ്യും. കോൺസ്റ്റന്റ്ലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താവും, ഇറിറ്റേറ്റഡ് ആവും, എക്സോസ്റ്റഡ് ആവും, ഓവർ സ്റ്റിമുലേറ്റഡ് ആവും. നമ്മളൊരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ സംഭവിക്കുന്നത്. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായിക്കോട്ടെ. നമ്മളിങ്ങനെ പീപ്പിൾ പ്ലീസിങ് ആയി നിന്നിട്ട് എല്ലാത്തിനോട് യെസ് പറയുമ്പോൾ അവർ വിചാരിക്കും നമുക്കൊക്കെ ഓക്കെ ആണെന്നുള്ളത്. അങ്ങനെ അവർക്ക് നമ്മുടെ ലൈഫിൽ ഒരു അൺലിമിറ്റഡ് ആക്സസ് ഉണ്ടായിരിക്കും. ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡോ സെൽഫിഷ്നെസ്സോ അഹങ്കാരമൊന്നുമല്ല. അതൊരു ഫിൽറ്ററാണ്. നമ്മുടെ ടൈം, എനർജി, മെന്റൽ ഹെൽത്ത് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ഫിൽറ്റർ. എല്ലാവരുടെ കാര്യങ്ങളും മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മുടെ ടൈം, മെന്റൽ ഹെൽത്ത്, എനർജി ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാന്നുള്ളത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഈ കാര്യത്തിനോട് ഓക്കെ അല്ല, ഞാനിപ്പോൾ കംഫർട്ടബിൾ അല്ല, എനിക്ക് എൻ്റെതായ ഒരു ടൈം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിമിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്.